ഹായ്, ആൻസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ ക്രിസ്മസിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ പുൽക്കൂടി നമുക്കങ്ങ് അകത്തോട്ട് പോകാം. അപ്പൊ ഇന്ന് തലേ ദിവസമാണ്, അതായത് 24-ാം തീയതി. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഉണ്ണി 23-ാം തീയതി വന്നു പോയി. ഇനി ഇന്ന് ഫുള്ള് ഇറച്ചിയുടെ, അതായത് നാളെ തയ്യാറാക്കേണ്ട ഫുഡൊക്കെ നമ്മൾ, അതായത് ഇറച്ചി മീനെല്ലാം നമ്മൾ ഇന്ന് വാങ്ങിച്ച് കട്ട് ചെയ്ത് വേവിച്ച് വെക്കും. നാളെയാണ് നമ്മുടെ ബാക്കി, അതായത് ഒലത്താനും റോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ നാളെയാണ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ബീഫും പന്നിയൊക്കെ എവിടെ വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കാം. പോവാം നമുക്കകത്തേക്ക്. ഞങ്ങളെല്ലാം തന്നെ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. കാണാവോ നിങ്ങൾക്ക്? ഭയങ്കര ഇരുട്ടാണല്ലോ. ഇവിടെ അടുപ്പത്ത് രണ്ടടുപ്പിലായിട്ട് കത്തിക്കൊണ്ട് നിൽക്കാണ്. ഇത് പന്നിയാണ്, അതേ കണ്ടോ, കാണാവോ? ഇത് പന്നിയാണ്. നല്ല ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മാങ്ങാക്കറിയാണ്. ഇപ്പൊ വെച്ചതേ ഉള്ളൂ, ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ മീൻകറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ മീൻകറിയാണ് തയ്യാറാക്കിയത്. നല്ല കൊടമ്പുളി ഇട്ട് കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ മീൻകറിയാണ് വെച്ചിരിക്കുന്നത്. ചൂടാറിയിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് മൂടിയിരിക്കുന്നത്. പിന്നെ ഇത് ഉച്ചത്തേക്കുള്ളതാട്ടോ. ഉച്ചത്തേക്കുള്ള തോരനാണ്. അച്ചിങ്ങി കായം ഒലത്തതാണ്. അപ്പൊ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പൊ അതുകൊണ്ട് കൂർക്കയും അച്ചിങ്ങയും കായയും കൂടിയാണ് ആ ഒരു കൊച്ചു പാത്രത്തിലിരിക്കുന്നത്. അത് ഒലത്തിയിട്ടില്ല. ഇനി നമുക്ക് ബീഫ് അവിടെ പുറത്തടുപ്പിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഇവിടെ രണ്ടടുപ്പ് കത്തിക്കൊണ്ട് നിൽക്കാണ്. ഇനി ബീഫ് അങ്ങ് പുറകിലാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നോക്കിക്കേ, ഇത് മൂന്നാമത്തെ അടുപ്പാണ്. അപ്പൊ ഈ അടുപ്പിലുള്ളത് ബീഫാണ്. കണ്ടോ? ഇതാണ്. അപ്പൊ അതെ, ഇതാണ് അടുത്ത അടുപ്പില് വെന്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതും തിളച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളെയാണ് കേട്ടോ തയ്യാറാക്കുള്ളൂ. അപ്പൊ തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുള്ളൂ. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവരും ഇതേ അവശതയായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ പോളു ഇതേ കോലി പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പോളു. ഏകദേശം ഇപ്പൊ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോളു കോലി വെച്ച് ആട്ടുണ്ട്. നാളെ എന്നാ പരിപാടി പോളു? അതെ, ഇത് പണ്ടത്തെ തൊഴുത്താണ് കേട്ടോ. അവിടെയാണ് പോള് കേറി നിൽക്കുന്നത്. പൊല്ലൂട്ടിയുടെ മുകളിലാണ് കേറി നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് പറയണോ അടിച്ചു വരാണെന്ന്. പോളു പറഞ്ഞേ, നാളെ എന്ത് പരിപാടി? നാളെ ക്രിസ്മസ് ആണെന്നൊന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞ എന്റെ ഉണ്ണിയെ, ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആണ്. അപ്പൊ ബാക്കി വിശേഷം നാളെയാണ് കേട്ടോ. ഇപ്പൊ പൊട്ടും മത്താപ്പ് പൊട്ടിക്കാൻ പോണ്. ക്രിസ്മസ് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. മത്താപ്പൂ കത്തുന്നു. ചീറ്റിപ്പോയിന്ന് തോന്നണല്ലോ. കത്തണില്ലേട്ടാ, സൂക്ഷിച്ച് കത്തിക്കണേ. അതേ വരണു, മത്താപ്പൂ കത്തുന്നു. ഹാപ്പി ക്രിസ്മസ്! എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറ. ചിരിച്ചുകൊണ്ട് പറ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ന്യൂ ഇയർ. ഇതെന്താ ചേട്ടൻ എന്നാ കാണിക്കുന്നത്? പോളൂസേ, എന്നിട്ട് കത്തിക്കാൻ പോണ അവിടെ? പിന്നെ എന്തെന്നാ കത്തിച്ചപ്പാ? കുമ്പിട്ട് നോക്കല്ലേ, വീഴും മോൻ. എന്നിട്ട് കത്തിച്ച പിന്നെ പറ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ് പാട്.
ഇങ്ങോട്ട് നോക്കി പാട്. പോള് ഇങ്ങോട്ട് നോക്കി പറ. അയ്യോ തീർന്നു പോയില്ല. അമ്മേനെ നോക്കിട്ട് പറപ്പ. അമ്മേനെ നോക്കിട്ട് പറ. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടോ. നാടൻ കോഴിക്കറിയാണ്. കോഴിനെ കൊന്ന് കറിയൊക്കെ വെച്ച് വന്നപ്പോ 10:30 ആവാറായി. അപ്പൊ ഇത് നല്ല കള്ളപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പമാണ്. ഇത് കോഴിക്കറിയാണ്, നല്ല നാടൻ കോഴിക്കറിയാണ്. അപ്പൊ അപ്പം റെഡിയാണ്. ഇവിടെ കഴിക്കാൻ ഇപ്പൊ ഇവിടെ എല്ലാവരും എത്തും. ഉച്ചത്തെ വിശേഷം ഇനി ഉച്ചയ്ക്ക് പറയാട്ടോ. നമ്മുടെ ഉച്ചത്തെ വിഭവം എല്ലാം ആയിട്ടുണ്ട്. ക്രിസ്മസിന്റെ സ്പെഷ്യലാണ്. അപ്പൊ ഇതിവിടെ ഇലയൊക്കെ റെഡിയാണ്, അതുപോലെ തന്നെ ഫുഡും റെഡിയാണ്. ഇത് പൈനാപ്പിൾ ആണ്, ക്യാരറ്റ്. ഇത് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കള്ളപ്പവും കോഴിക്കറി ആയിരുന്നു. പിന്നെ ഉള്ളതാണ് ഇവിടെ പന്നി റോസ്റ്റ് ആണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല അടിപൊളിയായിട്ടുള്ള പന്നി റോസ്റ്റ്. പിന്നെ ഉള്ളത് ബീഫ് റോസ്റ്റ് ആണ്. സർലാസ്. ഇവിടെ ആഷ്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർലാസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. നല്ല കാന്താരിമുളകും സവോളയും തേങ്ങാപ്പാലൊക്കെ ഇട്ടുള്ളൊരു സർലാസ് ആണ്. നല്ല നെയ്മീൻ ചൂര മുളകിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നാടൻ കോഴിക്കറിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കോഴീനെ രാവിലെ തന്നെ കൊന്ന് കറി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയാണ്. നല്ല സ്റ്റൈലം മാങ്ങാക്കറിയാണ്. അതൊരു ചിരക്ക തോരനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചിരക്കയാണ്. അപ്പൊ ഒരു തോരന് വേണ്ടിയിട്ടൊരു ചിരക്ക തോരനാണ് ഇവിടെ. പിന്നെ ഉള്ളത് ലാസ്റ്റായിട്ട് ചോറാണ്, വെള്ളത്തിനുള്ള സെറ്റപ്പ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യല്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടനും ചേച്ചി എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബാക്കി മക്കളും ചേട്ടത്തിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ അവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഒക്കെ ഇവിടെ കളിയിലാണ്. കണ്ടോ, ഇവിടെ എല്ലാവരും തന്നെ ഉണ്ട്. ഇവിടെ വന്നപ്പോ മുതൽ ആഷ്ലീനെ, ഇത് ചേച്ചിയുടെ മോളാണ്, ഇവിടെ വന്നപ്പോ മുതൽ നിലത്തിരുത്തിയിട്ടില്ല കേട്ടോ. ഈ പോള് ഉപദ്രവമാണ്. പാവത്തിരി നേരം സെറ്റിയുമ്പോ പോയി കിടക്കാന്ന് വിചാരിച്ചു. പക്ഷെ നടക്കല്ല, ചവിട്ടും കുത്തും തൊഴിയും. അപ്പൊ അതിനും ഭേദം അവള് വിചാരിച്ചു ദേവന്റെ പിന്നാലെ നടക്കുന്നതാണ്. അല്ലേ പോളു? പോളു എല്ലാവരോടും ഒരു ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ആ പോള് കാർ ഓടിക്കുന്നതിന്റെ തിരക്കിലാണ്. ഒരു ഹാപ്പി ക്രിസ്മസ് പറ. പറ. ആ പോളൊന്നും ഒന്നും പറയില്ല. ഇവരെല്ലാവരെയും കണ്ടേക്കണ വളരെ സന്തോഷമാണ്. ഇവിടെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മോനാണ് നിൽക്കുന്നത്. അവന് ഭയങ്കര നാണം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വല്യപ്പച്ചന്റെ വീടിൽ നിന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിനകത്ത് അവൻ ഓടിക്കളഞ്ഞ്. ഇതാണ് കേട്ടോ ചേച്ചി, ഫുൾ ചെടിയുടെ ആളാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിയോട് ചോദിച്ചാൽ മതി. പിന്നെ ആ നിൽക്കുന്നത് എന്റെ ചേട്ടനാന്നറിയാലോ. ഇവിടെ അപ്പച്ചൻ ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പച്ചൻ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. ഇനി അളിയനും പെങ്ങളെയും, അതായത് ചേച്ചിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അതെ, ഇവിടെ അമ്മൂമ്മയും കൊച്ചുമക്കളും കൂടി ഉണ്ട്. അതെ, ആ ഇവിടെ ഭയങ്കര കാര്യമായിട്ട് എന്തോ അവൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മച്ചിക്ക്. കണ്ടോ, കാര്യമായിട്ട്. അപ്പൊ ആശ്വിൻ ചേട്ടായും വന്നു. ആശ്വിൻ ചേട്ടായുടെ നൈനോട്ടിക്ക് മീനും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇവിടെ റെഡിയാണ്. ഇനി അവരും കൂടി എത്തിക്കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. ഇതാണ് ദേ വന്നെത്തിയിരിക്കുന്നു. ഞാൻ എല്ലാവരും വീഡിയോ പിടിച്ചു. അപ്പൊ ക്രിസ്മസിന് എന്നെ കാണണ്ടേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ വക ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മള് ആകാംക്ഷയോടെ കാത്തിരുന്ന ചേട്ടനും ചേച്ചി എത്തിയിട്ടുണ്ട്. ചേട്ടന് കടയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയി പോയത്. ഇവിടെ ഉണ്ട് കണ്ടോ, ഇതാണ് ചേട്ടന്റെ പെങ്ങളും അളിയനത് മാസ്കൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെയാണ് നമ്മൾ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ കോളം തികഞ്ഞിട്ടുണ്ട്, എല്ലാവരും ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഓ പോളും അച്ചാച്ചനോട് എന്നാ പറയുന്നേ? പറ, ഒന്നോടി പറഞ്ഞു കൊടുക്ക അച്ചാച്ചന്. ആ കണ്ട, കൊച്ചു മിടുക്കനാണ്. വന്ന വഴി അച്ചാച്ചനോട് ഹാപ്പി ക്രിസ്മസ്. ഇതാരാ പോളു വന്നേക്കുന്നേ? ആരാന്ന് പറ. അച്ചാച്ചനാന്ന് പറ.
അയ്യോ അച്ചാച്ചനാന്ന് പറപ്പോളൂ. പോളുന്റെ ഇലയിലൊന്നും വന്നില്ലല്ലോ. ഇലയിലൊന്നും വന്നില്ലല്ലോ. ആന്റി ഇപ്പൊ തരൂട്ടാ. ഇപ്പൊ വരും ചോറിപ്പ വരും. അച്ചാച്ചൻ എനിക്ക് താട്ടേന്ന് പറ, എന്റെ പൊന്നല്ലേന്നൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഇത്തിരി പൈനാപ്പിൾ കൊടുത്താൽ മതി. ആന്റണി ഇരിക്കടാ. ലാസ്റ്റ് പന്തിയാണ് കേട്ടോ. എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് കൊച്ചു പിള്ളേരാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടി കഴിഞ്ഞ പന്തി തീർന്നു. ഇത്ര ആൾക്കാരേ ഉള്ളൂ. അവിടെ ഒരാള് മാത്രമാണ് മിസ് ചെയ്യുന്നത്. ചേട്ടൻ ജോണിച്ചേട്ടൻ ചേട്ടനിവിടെ ഇല്ല. അപ്പൊ ചേട്ടൻ മാത്രമാണ് ഇവിടെ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. ചേട്ടൻ ഇപ്പൊ ജനുവരിയിലാണ് വരുള്ളൂ പറഞ്ഞു കേട്ടെ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ഡേ ഇതോടുകൂടി തീരാണ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.